ഷഷ്ഠീവ്രതത്തിൻ്റെ പ്രാധാന്യം. ഷഷ്ഠീവ്രതം നോൽക്കുന്നത് പ്രധാനമായും കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ജോലി സംബന്ധമായ ഉയർച്ചയ്ക്കും കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനും ഒക്കെയാണ് ഈ ഷഷ്ഠീവ്രതം അമ്മമാരും അച്ഛന്മാരൊക്കെ നോൽക്കുന്നത്, മാതാപിതാക്കൾ നോൽക്കുന്നത്. ഷഷ്ഠീവ്രതം നോൽക്കുന്നത് അന്നമൊന്നും കഴിക്കാതെയാണ് ഷഷ്ഠീവ്രതം നോൽക്കേണ്ടത്. ശരിക്ക് ജലപാനമില്ലാതെയാണ് ഷഷ്ഠീവ്രതം നോൽക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ചുകൊണ്ട് ജലപാനമില്ലാതെ ഷഷ്ഠീവ്രതം നോൽക്കേണ്ടതാണ്. വൈകിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും നിവേദ്യം കഴിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഷഷ്ഠീവ്രതം നോൽക്കുന്നവർ. ഷഷ്ഠീവ്രതത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി ഒരിക്കൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ ആയി. സുബ്രഹ്മണ്യ സ്വാമിയുടെ രൂപം സർപ്പ രൂപത്തിലായി. അത് മാറി സാധാരണ മനുഷ്യരൂപത്തിലാവാൻ വേണ്ടിയിട്ട് അമ്മയായ പാർവതി ദേവി 12 ഷഷ്ഠി വ്രതം ആചരിച്ചു എന്നാണ് ഐതിഹ്യം. 12 ഷഷ്ഠി വ്രതം ആചരിച്ചതിന് ശേഷം പണ്ട് കാലങ്ങളിൽ കാല് കഴിച്ചൂട്ട് നടത്തിയിരുന്നു. ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ കാലഴിച്ചൂട്ട് നടത്തിയിരുന്നു. കുട്ടികളുടെ ഉയർച്ചയ്ക്കും കുട്ടികളുണ്ടാവാനൊക്കെ നല്ല അനുസരണയുള്ള കുട്ടികളുണ്ടാവാനൊക്കെ കുട്ടികളുടെ വിവാഹത്തിനും എല്ലാ കാര്യത്തിനും ഏറ്റവും ഉത്തമമായ ആചാരമാണ് ഷഷ്ഠീവ്രതം നോൽക്കുന്നത്. വർഷത്തിൽ 12 ഷഷ്ഠി എടുത്തിട്ട് അത് കഴിയൂ. 12 ഷഷ്ഠി എടുത്തതിന് ശേഷം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 12 ഷഷ്ഠി എടുത്തതിന് ശേഷം കാലഴിച്ചോട്ട് നടത്തി അവസാനിപ്പിക്കും. പിന്നെ രണ്ടാമത് 1 തുടങ്ങണം. അങ്ങനെയാണ് ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കേണ്ടത്. 12 ഷഷ്ഠി എടുത്തിട്ട് അവസാനിപ്പിക്കണം. ഒരു വർഷം കൊണ്ട് 12 ഷഷ്ഠി എടുത്തതിന് ശേഷം അവസാനിപ്പിക്കുക. ഒരു ഷഷ്ഠി എടുത്തിട്ട് അവസാനിപ്പിക്കുക. ഒരു ഷഷ്ഠി എടുത്തതിന് ശേഷം അവസാനിപ്പിക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമല്ല. കഴിയുന്നിടത്തോളം ജലമൊന്നും കഴിക്കാണ്ട് ജലപാനം ഒന്നും ഇല്ലാതെ ഷഷ്ഠീവ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കുട്ടികളുടെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും എല്ലാം ഉത്തമമാണ്.